മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. 20 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം എപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തിയോ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വൃന്ദ, ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. 20ഓളം പേർ സഞ്ചരിച്ച വള്ളമാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് മറിഞ്ഞു എന്നതാണ് ലഭിക്കുന്ന വിവരം. വള്ളം നല്ല ഒഴുക്കും ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വള്ളം കാറ്റിൽ ഒഴുക്കിൻ്റെ ശക്തിയിൽ മറിയുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. ഈ 20ഓളം പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഈ കാട്ടിക്കുന്നിൽ മരണാനന്തര ചടങ്ങുകൾക്കായി എത്തിയ ആളുകളാണ്, ഈ പാണാവളിയിൽ നിന്നെത്തിയ ആളുകളാണ് ഈ രീതിയിൽ അപകടത്തിൽ പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 20ഓളം പേർ വള്ളത്തിലുണ്ടായിരുന്നതിൽ ഒരാളെ കാണാതായി എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ ഒഴുക്ക് മൂലം ഈ വള്ളം മറിയുകയായിരുന്നു എന്നതാണ് സൂചന. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ്. വലിയ ഒരു ഒഴുക്കുള്ള ഒരു സമയമാണ്. അത് വലിയ രീതിയിൽ തന്നെ ഈ തെരച്ചിലിന് വെല്ലുവിളിയാകുന്നു എന്നതും കൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഒരാളെ കാണാതായെന്നതാണ് ലഭിക്കുന്ന വിവരം. പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. ഈ അപകടത്തിൽ 3 പേരെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതും ലഭിക്കുന്ന വിവരമാണ്. എന്തായാലും ഉച്ചയോടെയാണ് ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായത്. അപകടത്തിൽ ഈ വലിയൊരു വള്ളമാണ് ഉണ്ടായിരുന്നത്. 20ഓളം പേരാണ് ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെയാണ് വള്ളം മറിഞ്ഞ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘമെത്തി തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിൽ തന്നെ ഈ തെരച്ചിലിന് ഒരു വെല്ലുവിളിയാകുന്നു എന്നതും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. അതിൽ 20ഓളം പേർ സഞ്ചരിച്ച വള്ളമാണ്, അതായത് പാണാവളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക്, വൈക്കം ചെമ്പിനടുത്ത് കാട്ടിക്കുന്നിലാണ് ഈ സംഭവം ഉണ്ടായത്. പാണാവളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക് വന്ന വള്ളമാണ്, മരണാനന്തര ചടങ്ങുകൾക്കായി എത്തിയ ആളുകളെത്തിയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അപകടത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി എന്നതാണ് ലഭിക്കുന്ന വിവരം. 20ഓളം പേർ ആ വള്ളത്തിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണ്. വൃന്ദ, ഈ കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ ഒരാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 20 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരാളെ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് തന്നെ കനത്ത മഴയായിരുന്നു. ഇതൊരു പക്ഷേ ഈ ഒരു സ്ഥലത്തെ വെള്ളം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അടിയൊഴുക്കും വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ 20 പേരും വള്ളത്തിൽ നിന്ന് മറിഞ്ഞ സമയത്ത് അവർ നീന്തി കരക്കെത്തുകയായിരിക്കണം. ഒരു പക്ഷേ ഈ അടിയൊഴുക്കുള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പോഴും ഒരാൾക്കായുള്ള തിരച്ചിൽ വലിയ രീതിയിൽ പുരോഗമിക്കുന്നത്. അടിയൊഴുക്ക് വലിയ രീതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഈ കായലും പുഴയും ചേരുന്ന ഒരു ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുറിഞ്ഞുപുഴ എന്ന് പറയുന്നത് കായലും പുഴയും ചേർന്ന മൂവാറ്റുപുഴയാറ് വേമ്പനാട്ട് കായലുമായി ചേരുന്ന ഒരു ഭാഗമാണ് മുറിഞ്ഞുപുഴ. അതിന് സമീപത്താണ് ഈ കാട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരു ഭാഗം. എന്തായാലും വലിയ കായലും പുഴയുമായിട്ട് ചേരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ ഒഴുക്ക് ഈ തെരച്ചിലിന് വെല്ലുവിളിയാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളടക്കം അതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ, 20ഓളം പേർ ആ വള്ളത്തിലുണ്ടായിരുന്നു. വലിയ വള്ളമായിരുന്നു, അതിലുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 20ഓളം പേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ രീതിയിൽ ഒരാളെയാണ് കാണാതായത്. ബാക്കി എല്ലാവരെയും രക്ഷിക്കാനായി കഴിഞ്ഞു എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ വളരെ ഒരാളെ കാണാതായിട്ടുണ്ട്. എന്തായാലും അത് വളരെ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും അതിനുള്ള തെരച്ചിൽ, അയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത്.
എന്തായാലും മരണാനന്തര ചടങ്ങുകൾക്കായി പാണാവളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക് വന്ന ആ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ശക്തമായ കാറ്റിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു എന്നതാണ് വള്ളത്തിലുണ്ടായിരുന്നവർ, അപകടത്തിൽപ്പെട്ടവർ പറയുന്ന ഒരു കാര്യം. ശക്തമായ അടിയൊഴുക്കടക്കം ഉള്ള ഒരു സമയം കൂടിയാണ്. കോട്ടയം വൈക്കത്താണ് വെള്ളം മറിഞ്ഞ ഒരാളെ കാണാൻ, അതായത് ഇയാൾക്കായുള്ള തിരച്ചിൽ വലിയ രീതിയിൽ തുടരുകയാണ്. നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? 29 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ മിസ്സിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഊർജിതമായ തിരച്ചിൽ ഇപ്പോ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെയും പോലീസ്, ഇവിടെ റെസ്ക്യൂ ബോട്ട്, വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ഇതെല്ലാവരും ചേർന്നുകൊണ്ട് ഊർജിതമായ തിരച്ചിൽ ഇപ്പോൾ അവിടെ നടത്തി വരികയാണ്. എന്തായാലും നമുക്ക് അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഊർജിതമായ തിരച്ചിൽ ഇപ്പോൾ നടന്നു വരുന്നു. അതില് 3-4 പേർക്ക് വെള്ളത്തിൽ മുങ്ങിയതിന്റെ അസ്വസ്ഥതകളുണ്ട്. അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ പുഴയുടെ മധ്യഭാഗത്തല്ല, കരയോട് അടുത്തായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വെള്ളം മറിഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് നീന്തി രക്ഷപ്പെടാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഈ ആശുപത്രിയിലായിട്ടുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യനില തൃപ്തികരമാണോ? ഇതുണ്ട്, വെള്ളത്തിൽ മുങ്ങിയതിന്റെ പ്രശ്നങ്ങളുണ്ട്. അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അവർക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ശരി, നന്ദി. ശ്രീ CK ആശ. വൈക്കം MLA ശ്രീമതി CK ആശയാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ KC ഉണ്ണികൃഷ്ണൻ തുടരുന്നു. ഉണ്ണികൃഷ്ണൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ കാണാതായിട്ടുള്ള ആൾക്കായി തുടരുകയാണ്. വലിയ ബോട്ട് തന്നെയാണ് മറിഞ്ഞിരിക്കുന്നത്. ഈ പെട്ടെന്നുണ്ടായ ഒരു കാറ്റ് അല്ലെങ്കിൽ അടിയൊഴുക്ക് ഇത് തന്നെയാണ് ഈ അപകടത്തിന് ആക്കം കൂട്ടിയത് എന്നാണ് അല്ലെ നമുക്ക് ലഭിക്കുന്ന വിവരം? തീർച്ചയായും വലിയ വള്ളമാണ്. 20 പേരിലധികം ആ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ഒരാളെ കാണാതായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു യാത്രാവള്ളമല്ലത്. അത് ഒരു മരണാനന്തര ചടങ്ങുകൾക്കായി പാണാവളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക് വന്ന വള്ളമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും MLA സൂചിപ്പിച്ച പോലെ തന്നെ ഒരാളെയാണ് കാണാതായിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വള്ളത്തിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താനായി കഴിഞ്ഞു. കൂടാതെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഒരു അപകടമുണ്ടായിരിക്കുന്നു. അവിടെ തെരച്ചിൽ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒത്തുചേർന്നുകൊണ്ട് ആ തെരച്ചിൽ പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും കാലാവസ്ഥ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അടിയൊഴുക്കുണ്ട്, അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഫയർഫോഴ്സും നാട്ടുകാരും അടക്കം ചേർന്നുകൊണ്ടാണ് ഒരു സംയുക്തമായ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അവിടെയുള്ള ആളുകൾ കൂടുതലായും ഈ രീതിയിൽ അവിടുത്തെ സാഹചര്യം നോക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ ആ മേഖലയിലെ ആളുകളെല്ലാം തന്നെ ഈ രീതിയിൽ അവിടെ അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ രീതിയിൽ ഈ വലിയ ഒഴുക്ക് അടക്കമുള്ള ഇതിനെല്ലാം തന്നെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എല്ലാവരും കൂടി തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കം ചേർന്നുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പാണാവളി സ്വദേശി കണ്ണനെയാണ് കാണാതായിരിക്കുന്നത്. ഈ പാണാവളിയിൽ നിന്നും കാട്ടിക്കുന്നിലേക്ക് വന്ന വള്ളമാണ്, വലിയ വള്ളമാണ് ഈ തിരയിൽപ്പെട്ട് അല്ലെങ്കിൽ കാറ്റടിച്ച് മറിഞ്ഞത് എന്നതാണ് പറയുന്നത്. വലിയ രീതിയിൽ തന്നെ അവിടെ അടിയൊഴുക്കടക്കമുണ്ട്, വലിയ ഒഴുക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാറ്റ് അടക്കം അടിച്ചുകൊണ്ട് ആ വള്ളം മറിയുകയായിരുന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഒരാളെയാണ് കാണാതായിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താനായി കഴിഞ്ഞു എന്നതും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമായി പറയുന്നു. എന്തായാലും വളരെ വലിയൊരു അപകടം തന്നെയാണ് കാട്ടിക്കുന്നിലുണ്ടായിരിക്കുന്നത്. വൃന്ദ. ഉണ്ണികൃഷ്ണൻ, ഇത് യാത്രാവള്ളം തന്നെയായിരുന്നോ? സാധാരണ മത്സ്യബന്ധനത്തിന് മറ്റ് വള്ളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള വള്ളമാണോ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക വള്ളം തന്നെയായിരുന്നോ ഇത്?
വൃന്ദ, ഒരു മരണാനന്തര ചടങ്ങുകൾക്കായി ഈ പാണാവളിയിൽ നിന്ന് കാട്ടുകുന്നിലേക്ക് വന്ന വള്ളമാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അത് മാത്രമാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അത് ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് വള്ളം വന്നതാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു യാത്രാവള്ളമല്ല, അവിടെ ആ രീതിയിൽ സർവീസ് ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു 20 അധികം ആളുകൾ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതിൽ ഒരാളെയാണ് വള്ളം മറിഞ്ഞ് കാണാതായിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും രക്ഷിക്കാനായി കഴിഞ്ഞു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അപകടം സംഭവിച്ച ഉടനെ തന്നെ തെരച്ചിൽ നടത്താനായി കഴിഞ്ഞു എന്നതും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും അടക്കം ചേർന്നുകൊണ്ട് അവിടെ വലിയ തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. വലിയ ഒരു ആളുകളെല്ലാം ചേർന്ന് തന്നെ ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ പൂർണ്ണസജ്ജമായി രക്ഷാപ്രവർത്തന നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. കൂടാതെ കൂടുതൽ ആളുകളെ പെട്ടെന്ന് രക്ഷിക്കാനായി കഴിഞ്ഞു എന്നതും ആശ്വാസകരമായി പറയുന്നു. എന്തായാലും ഒരാളെ കാണാതായിരിക്കുന്നു, അയാൾക്കായി തെളിച്ചിൽ തുടരുകയാണ്. പാണാവളി സ്വദേശി കണ്ണനെയാണ് ഈ വള്ളം മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ കാണാതായിരിക്കുന്നത്. വൈക്കം ചെമ്പ് കാട്ടിക്കുന്നിലാണ് ഈ രീതിയിൽ വള്ളം മറിഞ്ഞ അപകടം ഉണ്ടായത്. കോട്ടയം വൈക്കത്തിനടുത്ത് കാട്ടിക്കുന്നിൽ വള്ളം മറിഞ്ഞ് അപകടം, ഒരാളെ കാണാനില്ല. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. ഇയാൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കാട്ടിൽക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞത്. ഏകദേശം 20ഓളം പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ചെമ്പിനടുത്തുള്ള തുരുത്തേൽ എന്ന സ്ഥലത്ത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരവെയാണ് ഇത്തരത്തിൽ വെള്ളം മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. വെള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി. ഇതിൽ പരിക്കേറ്റ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാണാതായിട്ടുള്ള ഒരാൾക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.